കൈ കിട്ടി നമുക്ക് നേരെ പോകാം. അതെ, സാധനം വാങ്ങിച്ചതിന്റെ സന്തോഷമാണ്. 2 ദിവസത്തേക്കേ കാണുള്ളൂ. ഭയങ്കര സന്തോഷം. നമ്മൾ കുറെ നാളായിട്ട് ആഗ്രഹിച്ചത്, നമ്മള് ചെന്ന് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത് വേറൊരു സാധനമാണ്, പക്ഷെ നമ്മൾ വാങ്ങിച്ചത് വേറൊരു സാധനമാണ്. അപ്പം ആകെ മൊത്തം നഷ്ടം. പൈസ ഭയങ്കര നഷ്ടമാണ്, എന്നാലും നമുക്കൊരു ആഗ്രഹമല്ലേ. എന്റെ സ്വന്തം പൈസക്ക് വാങ്ങിക്കുന്നോണ്ട് കുഴപ്പമില്ല. പൈസക്ക് വാങ്ങിക്കുന്നതുകൊണ്ട് ഒരു ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അപ്പൊ നമ്മുടെ സാധനം നമ്മൾ എന്തായാലും വീട്ടിൽ പോയിട്ട് നമുക്ക് അൺബോക്സ്, ചെറിയൊരു സസ്പെൻസ്. അപ്പൊ നമുക്ക് ബാക്കി വീട്ടിൽ ചെന്നിട്ട് കാണാം. നമ്മുടെ ചെറിയൊരു സസ്പെൻസ്. ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചില്ലേ, ഒരു ചെറിയ സസ്പെൻസ് നമുക്കൊരു സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പൊ നമ്മൾ വീട്ടിലെത്തി. അപ്പം ഒട്ടും താമസിപ്പിക്കാൻ പറ്റില്ല, ഇത് പൊട്ടിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ലൈറ്റ് വെട്ടം കുറവായിരിക്കും, രാവിലെ അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ചു. സമയം ഒട്ടും കളയുന്നില്ല. അപ്പൊ എന്താ സാധനം എന്നല്ലേ. അപ്പൊ നമ്മൾ വാങ്ങിച്ച സാധനത്തിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GoPro Hero 13 ആണ് നമ്മൾ വാങ്ങിച്ചത്. അതിന്റെ ബ്ലാക്ക് കളറാണ്, അതിന്റെ ക്രിയേറ്റർ എഡിഷൻ ആണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പൊ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഷെയർ ചെയ്യാം. തൽക്കാലം നമുക്കിത് ഫസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് ഇതിൻ്റെ കുറേ ഇനീഷ്യൽ സെറ്റപ്പും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ മീഡിയ പോഡ്. പിന്നെ ഇതാണ് നമ്മുടെ ട്രൈപോഡ്. പിന്നെ ഇതാണ് നമ്മുടെ ലൈറ്റ്. നമ്മുടെ ക്രിയേറ്റർ എഡിഷനിൽ വരുന്ന ഒരു സാധനമാണ് ലൈറ്റ്. പിന്നെ ഇത് GoPro ബാറ്ററി. പിന്നെന്താ, ഇതാണ് നമ്മുടെ ഐറ്റം. യെസ്, എൻ്റെ മോനെ അടിപൊളിയല്ലേ. ഇതാണ് നമ്മുടെ ലെൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇതിനകത്ത് മാഗ്നറ്റിക് മൗണ്ട്, പിന്നെ മീഡിയ മോഡിൽ മറ്റേ മൈക്കിൻ്റെ സാധനം, പിന്നെ നമ്മുടെ സ്റ്റാൻഡിലോട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള കുറേ കണക്റ്റേഴ്സ്, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളോടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. തൽക്കാലം നമ്മളിപ്പം കിടന്നുറങ്ങട്ടെ, നമുക്ക് നാളെ നോക്കാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിത് വാങ്ങിച്ചിട്ട് അൺബോക്സ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനുള്ള മടി കൊണ്ട് ഇങ്ങനെ പതുക്കെ വെച്ചേക്കുമായിരുന്നു. യെസ്, നമ്മുടെ ഐറ്റം ഇവിടെ സേഫ് ആയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, അത് ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്. എന്നും എടുക്കും, തുറന്നു നോക്കും. പക്ഷെ നമുക്ക് ഓരോ പണി കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുത്തിട്ട് ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വേറെ കുറേ കളർ വേരിയൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ക്രിയേറ്റർ എഡിഷനിൽ നമുക്ക് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ. അല്ലാതെ ലിമിറ്റഡ് എഡിഷൻ വേറെ ഗ്രീൻ കളറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വില എന്ന് പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറൊരു കാര്യം, നമ്മളിത് ശരിക്കും പറഞ്ഞാൽ നമുക്കിതൊരു ചെറിയൊരു പണി കിട്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കാൻ പോയത് അതായത് നമ്മുടെ ബണ്ടിൽ കിറ്റാണ് വാങ്ങിക്കാൻ. അപ്പോൾ ബണ്ടിൽ കിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ബാറ്ററി ഉണ്ട്. അപ്പോൾ നമ്മുടെ ബണ്ടിൽ കിറ്റിനകത്ത് നമുക്ക് 2 ബാറ്ററി, അതായത് ഒരു എക്സ്ട്രാ ബാറ്ററി കൂടെ കിട്ടും. പിന്നെ നമുക്കൊരു സ്റ്റിക്ക് കൂടെ കിട്ടും, അതായത് ട്രൈപോഡ് പോലത്തെ ഒരു സ്റ്റിക്ക് കൂടെ കിട്ടും. പക്ഷേ ക്രിയേറ്റർ എഡിഷനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരൊറ്റ ബാറ്ററി ഉണ്ടാവുള്ളൂ. പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമ്മളൊരു ഇത് മെമ്മറി കാർഡോടെ വാങ്ങിച്ചു 128 GB. അപ്പോൾ അത് നമുക്ക് തൽക്കാലം ഒന്ന് പൊളിച്ച് ഇത് നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചതാണ്. ഇതിന് ഏകദേശം 1500-1600 റേഞ്ചിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല, നമുക്ക് ഇതിനകത്ത് സാൻഡിസ്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് 1 ഇയർ ലൈഫ് ടൈം വാറണ്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് റീപ്ലേസ് ചെയ്യുമോ അല്ലെങ്കിൽ അത് ശരിയാക്കും, അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം റീപ്ലേസ്മെൻറ്റും അല്ലെങ്കിൽ നമുക്കത് ഇഷ്യൂ ഫിക്സ് ചെയ്ത് തരും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ 1600 രൂപയ്ക്ക് നമുക്ക് ഈ മെമ്മറി കാർഡ് മാത്രമല്ല, നമുക്ക് ആ കാർഡ് റീഡറോട് കിട്ടും കേട്ടോ. നമുക്ക് അതുകൊണ്ട് ഇതിൻ്റെ കൂടെ കാർഡ് മാത്രമല്ല. അപ്പോൾ നമുക്കിത് ഇതിനകത്തോട്ട് ഇടാം. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കിവിടെ സൈഡിലൊരു സ്ലോട്ടുണ്ട്. അപ്പോൾ അത് പൊക്കി താത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെയാണ് ബാറ്ററിയുടെ സ്ലോട്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ഇടുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ മെമ്മറി കാർഡ് ഇടണം. ഓക്കെ,
ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തൊരു സ്ലോട്ട് ഉണ്ട്. അപ്പോൾ ഈ അകത്തെ സ്ലോട്ട് നോക്കിയിട്ട് നമുക്ക് ബാറ്ററി ഇടാം കേട്ടോ. ഈ സ്ലോട്ടും ഇതും കൂടെ മാച്ച് ആയാൽ മതി. സെറ്റ്. പിന്നെ ഇവിടാണ് അതിൻ്റെ ചാർജിങ് സ്ലോട്ടൊക്കെ വരുന്നത് ഇപ്പം തൽക്കാലം കേട്ടോ. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതെല്ലാം അസംബിൾ ചെയ്യാൻ പോകണം. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മളിത് ഊരിക്കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാം. ഓക്കെ, ഇത് നമുക്കിങ്ങനെ ഊരി നമുക്ക് മാറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ മീഡിയ മോഡ്, ഇതാണ് നമ്മുടെ മീഡിയ മോഡ്. ഇതിനകത്ത് കുറേ സ്റ്റാൻഡും അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഓഫ്, വീഡിയോ ഓൺ ചെയ്യാനുള്ള സംഭവങ്ങൾ, പിന്നെ മൈക്ക്, ഫ്രണ്ട് ആൻഡ് ബാക്ക് മൈക്കുണ്ട്, അങ്ങനത്തെ പല സാധനങ്ങളും. പിന്നെ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്കിവിടെ മെമ്മറി മറ്റേ ചാർജ് ചെയ്യാം, പിന്നെ നമ്മുടെ മൈക്ക് കുത്താം, പിന്നെ അങ്ങനെ പല ടൈപ്പ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതിനകത്ത് കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളിത് നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ ഈ മീഡിയ മോഡ് ഉള്ളതുകൊണ്ട് നമുക്കിനി ഊരേണ്ട കാര്യമില്ല. അപ്പം മീഡിയ മോഡ് നമുക്ക് കണക്ട് ചെയ്യാം. അത് ഇതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് തുറന്നു വരും. അതിനുശേഷം ഇവിടെ ഒരു സ്ലോട്ടുണ്ട്, ഈ സ്ലോട്ടുണ്ട്. ആ സ്ലോട്ടും ഇതും കൂടെ മാച്ച് ആവുന്ന രീതിയിൽ നമുക്കിത് വെക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കത് ക്ലോസ് ചെയ്യാം. ഫൈൻ. അപ്പോൾ നമ്മുടെ മീഡിയ മോഡ് സെറ്റായി. അപ്പോൾ ഇത് ഇച്ചിരി കൂടെ നമുക്കൊരു കംഫർട്ടബിൾ ഫീലിംഗ് വരും എനിക്ക് തോന്നുന്നു. കാരണം മറ്റേ നമ്മളിങ്ങനെ വേറെ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്നത് തോന്നും. പക്ഷേ ഇത് നമുക്ക് ഇച്ചിരി നല്ലൊരു ഫീലിംഗ് വരും. മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മറ്റേ ഈ ചാർജ് പിന്നെ മൾട്ടിപ്പിൾ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. പിന്നെ അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് പൊളപ്പൻ സാധനം. ഇത് കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ബണ്ടിൽ കിറ്റ് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഇത് കിട്ടും. പക്ഷേ അത് ഇതല്ല, അതായത് ബ്ലൂടൂത്ത് ഇനേബിൾഡ് ഒന്നും അല്ല. പിന്നെ ഇതിനകത്ത് മൾട്ടിപ്പിൾ മോഡ്സ് ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഇവിടെ കാണാമെന്നറിയില്ല, മൾട്ടിപ്പിൾ മോഡ്സ് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഗോപ്രോയിൽ ടച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഗോപ്രോ ഇനി വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ദൂരെ നിന്ന് ഫോട്ടോസ് എടുക്കാനും അങ്ങനത്തെ സാധനങ്ങൾക്കായിട്ട്. ഇപ്പോൾ മാത്രമല്ല ഇതൊരു ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാം. മനസ്സിലായോ? കണ്ടോ. ഇങ്ങനെ വെച്ചാൽ നമുക്കൊരു ട്രൈപോഡായിട്ടും യൂസ് ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ ട്വിസ്റ്റ് ഇതാണ്. അതായത് നമുക്കിപ്പം ബണ്ടിൽ കിറ്റ് വാങ്ങിക്കുവാണെങ്കിൽ നമുക്കൊരു ബാറ്ററി അഡീഷണൽ കിട്ടും. അപ്പം ആ ബാറ്ററിയുടെ പവറിന് ഏകദേശം 1000 സംതിങ് ആണ്. അപ്പോൾ ഇത് പക്ഷേ അതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഉള്ളത് 3 ബാറ്ററിക്ക് ഈക്വലാണ്. അതായത് ഇതിന് 4000 അറൗണ്ട് 4000 പവറാണ് ബാറ്ററിക്ക്. ഇതിന് 1000 ആണ്. ശരിക്കും ഇത് വരുന്ന ബാറ്ററിക്ക് 1000 and something ആണ്. എക്സാക്ട് നമ്പർ എനിക്കറിയത്തില്ല. അത് അപ്പോൾ 3 times അറൗണ്ട് 3 times ഇതിനേക്കാളും പവർ കൂടുതലാണ് ഇതിനകത്തുള്ള ബാറ്ററിക്ക്. അപ്പോൾ ഇതൊരു പവർ ബാങ്ക് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഇൻ എഫക്റ്റ് നമുക്ക് 4 ബാറ്ററി ഉള്ള ഇതാണ്. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ. ഇവിടെ ഒരു സാധനമുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് ശരിക്കും നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇത് കണ്ട് ഇത് മാഗ്നറ്റിക് ആണ്. അത് നമുക്ക് ഈ മാഗ്നറ്റിക് ഹോൾഡർ ഉണ്ട്. ഇത് വെച്ചിട്ട് സെറ്റ്, ഇതൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ സെറ്റായി. ഇനി വരത്തില്ല. അപ്പോൾ നമുക്ക് ഇതിലോട്ട് നമുക്കിപ്പം കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ നമ്മുടെ ഈ കിറ്റിനകത്ത് നമുക്കൊരു സ്ക്രൂ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ സെറ്റ്. അപ്പോൾ നമ്മുടെ പരിപാടി സെറ്റായി. ഇത് നല്ല കൂൾ സാധനമാണ് കേട്ടോ. നമുക്ക് പിടിക്കാനും നല്ല സുഖമുണ്ട്. ഇത് നല്ല ടൈറ്റായിട്ട് സെറ്റായിട്ടിരിക്കുകയും ചെയ്യും. മറ്റേത് ഐഫോൺ നമുക്ക് ഇനി നമുക്ക് ഐഫോൺ തന്നെ യൂസ് ചെയ്യാം. ചില സമയത്ത് യൂസ് ചെയ്യേണ്ടി വരും, ഉറപ്പാണ്. പക്ഷേ എന്നാലും കമ്പാരിറ്റീവ്ലി ഇത് കൊള്ളാം. ഓക്കെ, അപ്പം നമുക്കിനി ഇത് നമ്മുടെ ട്രൈപോഡ് നമുക്ക് ഇതിനകത്തോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് അതൊന്ന് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 1-2 ചെറിയ കാര്യങ്ങളോടെ ഉള്ളൂ. അതായത് ഇതാണ് നമ്മുടെ മൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്കിൻ്റെ കണക്ഷൻ ഒന്ന് സെറ്റ് ചെയ്യുക. കണക്ഷൻ സെറ്റായി. ഇനി നമുക്ക് വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനം നമ്മുടെ ലൈറ്റ്. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. അല്ലേ? നമുക്ക് പിടിക്കാൻ തന്നെ ഒരു രസമുണ്ട്. വീഡിയോ ഒക്കെ എടുക്കാൻ ഒരു ത്വര തോന്നും അല്ലേ? തോന്നൂലേ? തോന്നണം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാ സാധനം വാങ്ങിക്കുമ്പോഴും നമുക്കൊരു സന്തോഷമാണ്. ബട്ട് നമ്മളത് എത്രത്തോളം യൂസ് ചെയ്യുന്നുള്ളത് വെച്ചിട്ടിരിക്കും. ഇനി ഇതിനകത്ത് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് എല്ലാം മൗണ്ട് ചെയ്യാനായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. അതായത് നമുക്കിത് കാറിലൊക്കെ കാറിൽ നമുക്കിത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതെന്ന് പറയുന്നത് ഒരു അഡസീവാണ്. അപ്പോൾ നമ്മളിത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കാറിലൊക്കെ നമുക്ക് ഗ്ലാസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊരി അവിടെ ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട്, അതായത് ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട് നോർമലി ഇവിടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഭാഗം നമ്മുടെ ഗോപ്രോയിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാറിലൊക്കെ വെച്ചിട്ട് നമ്മൾ. പിന്നെ വേറെ സാധനമുണ്ട് കേട്ടോ. ഇതോടെ ഉള്ളൂ തീർന്നു. ഇപ്പം ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ആദ്യം നമ്മൾ ബാറ്ററി ഇട്ട സ്ലോട്ടിൽ ആ സ്ലോട്ടിലോട്ട് നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക്
അതും നമുക്ക് ഈ സ്ലോട്ട് ഊരാതെ നമുക്ക് ചാർജ് ചെയ്താൽ ഇതിനകത്തൂടെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ അങ്ങനെ വേറൊരു ചെറിയൊരു ആക്സസറി കൂടെ ചാർജ് ചെയ്യണം, ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുള്ളൂ. ഇതും ഓക്കെ. പിന്നെ നമുക്കിപ്പം ഇത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് പല സാധനങ്ങളുണ്ട്. അതായത് നമുക്ക് ബ്ലൂടൂത്ത് വെച്ച് നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. പിന്നെ നമുക്കിത് എത്ര ചാർജ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ വേറെ കുറേ മോഡ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ പല മോഡ്സ് ഉണ്ട് നമുക്ക് പല രീതിയിൽ എടുക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് ഈ മോഡ്സ് വെച്ച് സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല വർത്തൊരു സാധനമാണ്. അപ്പം ഈ മൊത്തം ഒരു സാധനത്തിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ അറൗണ്ട് 60,000 വന്നു. അപ്പോൾ നമ്മൾ ഈ ക്രിയേറ്റർ എഡിഷൻ വാങ്ങിക്കുന്നതിൻ്റെ കുറച്ച് ഗുണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗുണമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ മൈക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാം. അപ്പം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ മീഡിയ മോഡ് ഈ ഒരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഈ ഒരു സ്ലോട്ട് കാണത്തില്ല, ഈ ഒരു ജാക്ക് കാണത്തില്ല. അപ്പോൾ ഈ ഒരു ജാക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റോഡ് പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു അഡീഷണൽ അഡാപ്റ്റർ വാങ്ങിക്കണം. ആ അഡാപ്റ്ററിന് ഏകദേശം 4000 രൂപയോളം അടുപ്പിച്ച് വരും. അപ്പോൾ അത് വാങ്ങിച്ചാൽ നമുക്ക് കണക്ട് ചെയ്യും. പക്ഷേ ഇതാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് നമുക്ക് ഈ ജാക്കി കൊടുത്ത് എന്നിട്ട് നമുക്ക് ഈ സ്ലോട്ട് ഉണ്ട്, ഈ സ്ലോട്ടിനകത്ത് നമുക്ക് നമ്മുടെ നെൻഡിലുള്ള റോഡാണ്. അപ്പോൾ ഏത് മൈക്കാണ് നമുക്കിവിടെ ഫിക്സ് ചെയ്യാൻ വെക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കൊന്ന് ഓൺ ചെയ്താലോ? ഓക്കെ. ഇതിനകത്ത് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയാം. നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ഓക്കെ. ലീഗൽ എഗ്രി. GPS നമുക്ക് ഓൺ ആക്കിയിട്ടേക്കാം. വോയിസ് കൺട്രോളും ഓൺ ആക്കാം. ഇംഗ്ലീഷ് US ആണ്. കൺഫേം. സ്കാൻ ടു ഫിനിഷ് സെറ്റിംഗ് അപ്പ് യുവർ GoPro യൂസിങ് UCAP. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കൊരു ലീഗൽ ഡിസ്ക്ലെയിമർ ഉണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ ക്യാമറയിൽ അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഓൾ സെറ്റ് എന്നൊരു സംഭവം വന്നു. ഓക്കെ ഓൾ സെറ്റ്. അപ്പോൾ നമുക്കിനി യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ആപ്പിൻ്റെ വ്യൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീഡിയോ എടുക്കാം, ക്യാമറ ഫോട്ടോ എടുക്കാം, നമ്മുടെ മീഡിയ നമുക്ക് ഇവിടുന്ന് വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതുവരെ ഇപ്പം മീഡിയ ഒന്നും വന്നിട്ടില്ല. അപ്പം സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഇത് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളൂ. ഇതിനകത്ത് എല്ലാം സെറ്റപ്പ് ഉണ്ട്. ഓട്ടോ അപ്ലോഡ് ഉണ്ട്, നമുക്ക് ക്ലൗഡിലോട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മുടെ വൈഫൈയുടെ സ്പീഡ്, പിന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തുണ്ട്. മോഡും ഒക്കെ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ GoPro വെച്ചിട്ടുള്ള വീഡിയോ ആണിത്. GoProയുടെ മൈക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ അഡീഷണൽ എക്സ്ട്രാ മൈക്കൊന്നും വെച്ചിട്ടില്ല. അപ്പം അത് നമുക്ക് എക്സ്ട്രാ മൈക്ക് വെക്കാൻ പറ്റും. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീഡിയോയ്ക്കകത്ത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റും. ഇത് എനിക്ക് തോന്നുന്നു ലീനിയർ പ്ലസ് ഹൊറിസോണ്ടൽ ലോക്ക് എന്നൊരു ഓപ്ഷനാണ്. അതായത് നമുക്കിപ്പം മറ്റേ ഒരു ഫിഷ് ഐ വ്യൂ അല്ല, റൗണ്ട് വ്യൂ അല്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള വ്യൂ കിട്ടുന്ന സാധനമാണിത്. ഇതെന്ന് പറയുന്നത് വൈഡ് ആംഗിളാണ്. ഇച്ചിരി കൂടെ വൈഡ് ആയിട്ടുള്ള ഷോട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം നമ്മൾ യൂസ് ചെയ്തത്. ഇച്ചിരി നമുക്കൊന്ന് വൈഡായിട്ട് കിട്ടും. എന്ന് പറയുന്നത് സൂപ്പർ വ്യൂ എന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇച്ചിരി കൂടെ വൈഡായിട്ട് നമുക്ക് ഇത്രയും വൈഡായിട്ടുള്ള സാധനങ്ങൾ കാണാം. ഇഷ്ടംപോലെ നല്ലൊരു വ്യൂ കിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ സാധാരണ വ്ളോഗിങ്ങിനൊക്കെ നമുക്ക് ഇതുപോലത്തെ വൈഡ് ആംഗിളായിരിക്കും നല്ലത്. കാരണം നമുക്ക് ഒത്തിരി കവർ ചെയ്യാൻ പറ്റും. നമ്മൾ ഇത്രയും അടുത്താണ് നമ്മൾ പിടിച്ചത്, ഒരു കൈ ഡിഫറൻസിൽ നമ്മൾ പിടിച്ചേക്കുന്നത്. പക്ഷേ നല്ലൊരു ഫീൽഡ് ഓഫ് വ്യൂ കിട്ടും. കൊള്ളാം. ഇതൊരു രക്ഷയിലാണ്. ഇത് അടിപൊളി സാധനം. സൂപ്പർ. ഇത് ഇച്ചിരി കൂടെ വൈഡാണ്. ഇതാണ് ഏറ്റവും വൈഡ്. ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ സൺലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ നമുക്കൊരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ നല്ല വെളിച്ചം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നന്നായിട്ട് കവറാവുന്നുണ്ട്. അപ്പം നമുക്ക് രാത്രിയിലുള്ളൊരു വ്യൂ ആണ് ഇത്. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലത്താണെങ്കിൽ നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ. നല്ല ലൈറ്റ് ഉണ്ട്. സിംബയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. സിംബയ്ക്ക് ദേഷ്യം. പുതിയ സാധനമാണ്, ക്യാമറയാണ്, വേറൊന്നുമല്ല. ഓക്കെ.